ശ്രീ രാഹുൽ ഈശ്വർ, അതാണ് അതായത് BJP അടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം എന്നത് ഇത് ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണ്. ക്ഷേത്രത്തെയും അതോടൊപ്പം തന്നെ ഹൈന്ദവ ആചാരങ്ങളെയും ഒക്കെ തകർക്കുക എന്ന ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നു. അതിനപ്പുറത്ത് ഇത്തരം തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് എന്നും അവർക്ക് എന്തു പറ്റി എന്നത് അറിയേണ്ടതുണ്ട് എന്നുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നിലപാട്. ഏറ്റവും ഒടുവിൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണമായി വരുന്നത് ഈ അന്വേഷണം തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ശ്രീ രാഹുൽ ഈശ്വർ. രണ്ട് കാര്യങ്ങൾ. ആദ്യം തന്നെ നിർവ്യാജമായി ഒരു അപ്പോളജി, ക്ഷമ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രമുഖ ചാനലിൽ, ഒന്നോ രണ്ടോ പ്രമുഖ ചാനലിൽ ഇതിന്റെ ഭാഗമായി ചർച്ചയ്ക്കിരിക്കുകയും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയും ചെയ്തപ്പോ വേണ്ട രീതിയിൽ ധർമ്മസ്ഥലയെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ മുതിർന്നില്ല. കാര്യം എല്ലാ നാഷണൽ മീഡിയയും ദേശീയ തലത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളടക്കം ഇങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഞാൻ അടക്കം ആൾക്കാരത് ഏറ്റെടുത്തില്ല. ഒന്ന് രണ്ട് ദേശീയ ചാനലുകൾ വിളിച്ചപ്പോൾ ഞങ്ങൾ വ്യക്തിപരമായി സംസാരിക്കുകയും ചെയ്തു. ധർമ്മസ്ഥല വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച എടുക്കുന്നതോ വാർത്ത ചെയ്യുന്നതിനോ 100 തവണ ചിന്തിക്കണം. പക്ഷെ പിന്നീട് എല്ലാവരും പറഞ്ഞപ്പോ, സുജാത ഭട്ട് അടക്കമുള്ള ആൾക്കാർ വന്നപ്പോ ശരിയാണെന്ന് കരുതിയാണത് ചെയ്തത് കേട്ടോ. വേറെ എന്ത് ചെയ്യാനാ? കാര്യം അങ്ങനെ പ്രായമായ ഒരു സ്ത്രീ വന്ന് പറയുന്നു, സൗജന്യ എന്നൊരു കുട്ടിയുടെ ഫോട്ടോ വരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ചെയ്തു പോയതാണ്. അതിന് ഞാൻ കർണാടകയിൽ, തമിഴ്നാട്ടിലാണ് ഇപ്പൊ, ഞാൻ കർണാടകയിൽ പോയി അവിടെ ക്ഷമ പറയണമെന്ന് പറയുകയും മറ്റും വിചാരിച്ചിരുന്നതാണ്. എനിക്കത് പറ്റില്ല, ആ ഒരു പ്രശ്നമുള്ളത്, മീൻസ് വേറെ ഒരു വിസ പ്രോസസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ആദ്യം ഒരു ക്ഷമയാണ്. രണ്ട്, എന്തായാലും ഒരു കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ 100-ല് ഒരു 5 മൃതശരീരം കിട്ടിയിരുന്നെങ്കിൽ പോട്ടെ, ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ, 100 എണ്ണം എന്ന് പറയുന്നതിന്റെ 10-ലൊന്ന് 10 കിട്ടിയിരുന്നെങ്കിൽ, 100-ലൊന്ന് ഒരു പെൺകുട്ടിയുടെ കിട്ടിയിരുന്നെങ്കിൽ അതും പ്രധാനമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, വളരെ കൃത്യമായി, അതായത് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്ത് എന്നത് ഇപ്പോഴും വ്യക്തമാണോ? എന്തൊക്കെ കിട്ടി എന്നുള്ളത് ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഒരു ആണിന്റെ ശരീരം ലഭിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായ വാർത്തകൾ. ശരിയാണെന്ന് അറിയില്ല, സബ്ജക്ട് ടു കറക്ഷൻ. ഇവിടെ നമ്മൾ മീഡിയക്കാരും, ന്യൂസ് രാഹുലും എല്ലാ മീഡിയക്കാരും നമ്മൾ പറഞ്ഞത് കുറച്ച് ഓവർ സ്റ്റേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായി, ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു മടിയും കാണിക്കണ്ട. കാര്യം ധർമ്മസ്ഥലം നമുക്കെല്ലാം പവിത്രമായ അമ്പലമാണ്. നമ്മളെല്ലാം വീട്ടുകാരുടെ കൂടെ പോയിട്ടുള്ളതോ പോകാൻ ആഗ്രഹിക്കുന്നതായ അമ്പലമാണ്. ഞാൻ എൻ്റെ വീട്ടുകാരെ കൊണ്ട് വീണ്ടും പോവുകയും ചെയ്യും. അറിഞ്ഞോ അറിയാതെ എങ്കിലും മഞ്ജുനാഥ സ്വാമികളോടും. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, സുജാത ഭട്ട് പറഞ്ഞ വേറൊരു പ്രസക്തമായ കാര്യമുണ്ട്. ഇവര് ജൈനന്മാരാണ്, നമ്മുടെ വീരേന്ദ്ര ഹെഗാഡെ ഫാമിലി ഒക്കെ ജൈനന്മാരാണ്. ജൈനന്മാർക്ക് നമ്മുടെ അമ്പലം കൊടുക്കുന്നതിന്റെ ദേഷ്യത്തിലൊക്കെ ഞാൻ പറഞ്ഞതാണെന്ന് അവർ ചില സ്ഥലത്ത് പറയുന്നുണ്ട്. ന്യൂസ് മിനിറ്റ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ കന്നഡ റിപ്പബ്ലിക്കിനോട് സംസാരിക്കുന്നുണ്ട്. ഇവരെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയുന്നുണ്ട്. അതും ഇല്ലെന്ന് പറയുന്നില്ല. ആദ്യം അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ എന്റെ സുഹൃത്തുക്കളുടെ മകളാണെന്ന് പറഞ്ഞു. ജൈനന്മാർക്ക് ആ അമ്പലം കൊടുക്കുന്നതിന്റെ ഇതാണ്. ഇന്ന് ആ ഹെഗാഡെ ഫാമിലി ഏറ്റവും റെസ്പെക്റ്റഡ് ആണ്. BJPയും കോൺഗ്രസും എല്ലാം റെസ്പെക്ട് ആണ്. നമ്മുടെ രാജ്യസഭാ MP ആണ്, എന്നും മിതവാദിയാണ്, എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനും കുടുംബത്തിനും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, നമ്മൾ അവരോട് ആദ്യം മാപ്പ് പറയണം. ഇനി ഒരു സമഗ്ര അന്വേഷണം വേണം. അതായത് ആ സമഗ്ര അന്വേഷണം എന്ന് പറഞ്ഞാൽ സൗജന്യ അടക്കം ഏതെങ്കിലും പെൺകുട്ടികൾ തിരോധാനം നൽകിയിട്ടുണ്ടോ? ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് അങ്ങനെ ഒരു വ്യക്തി വന്ന ആരോപണം പറഞ്ഞപ്പോ നമ്മുടെ കോടതി, മാധ്യമം, പോലീസ് എല്ലാം അതിന് മുൻതൂക്കം കൊടുത്തു. മറുഭാഗത്ത് ഒരു രാജ്യസഭാ MPയോ കോടീശ്വരനോ നിൽക്കുന്നു നോക്കിയില്ല. മറുഭാഗത്ത് എല്ലാവർക്കും സ്വീകാരനായ ഒരാളോ നിൽക്കുന്നു നോക്കിയില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അഭിമാനമാണ്. സത്യം ആലോചിച്ച് നോക്കുക, ന്യൂസ് 18 നമ്മളും എല്ലാം എന്താ ചെയ്ത് പൂർണ്ണ പിന്തുണ കൊടുത്തു. അദ്ദേഹം ദളിതനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്ട്രാ പിന്തുണ. ന്യൂസ് 18 സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഇപ്പോഴും തുടരുക തന്നെയാണ് ന്യൂസ് 18 ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ന്യൂസ് 18 ഇത് ക്ഷേത്രമാണ് ചെയ്തത് എന്നോ ക്ഷേത്രം ഭാരവാഹികളാണ് ഇതിന് പിന്നിലെന്നോ ഒരു റിപ്പോർട്ടിലും നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കില്ല. അവിടെ കൃത്യമായി ദുരൂഹമായി നിരവധി ആളുകളെ കാണാതായി. അത് തെറ്റാണ്. അത് താങ്കൾ ശ്രീ രാഹുൽ ഈശ്വർ ഒറ്റ കാര്യം, ശ്രീ അഭിലാഷ് പറഞ്ഞ കാര്യം തെറ്റാണ്. ന്യൂസ് 18-ല് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ മനാഫിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞത് വിശ്വസിച്ച് ക്ഷേത്രത്തിന്റെ പേര് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ധർമ്മസ്ഥലം, ധർമ്മത്തിന്റെ മണ്ണ്, ധർമ്മത്തിന്റെ ഭൂമി, അവിടെ അധർമ്മം വിളയാടുന്നു എന്ന് നേരിട്ട്. തീർച്ചയായും അങ്ങനെയെങ്കിൽ അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. താങ്കൾ പറയുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്നത് എത്ര ഏക്കർ വിസ്തൃതിയുള്ള ഒരു പ്രദേശമാണ് ശ്രീകാന്ത്? താങ്കൾ തന്നെ പറയൂ. അല്ല, താങ്കൾ തന്നെ പറയൂ. ധർമ്മസ്ഥല എന്ന് പറയുന്നത് എത്ര വിസ്തൃതമായ ഒരു പ്രദേശമാണ്? പറയൂ. ധർമ്മത്തിന്റെ നാടാണെന്ന് പറഞ്ഞ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പേര് തന്നെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ധർമ്മസ്ഥലം എന്ന് നിങ്ങൾ ധർമ്മസ്ഥലം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിനെ തന്നെയാണ് പറയല്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ പറ്റിയത് ഈ മനാഫിനെ വിശ്വസിച്ചതാണ്. അല്ല, മനാഫ് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ മനാഫ് പങ്കെടുക്കുന്നുണ്ട്. ശ്രീകാന്ത്, മനാഫ് അടക്കം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്.
അവിടെ ദുരൂഹമായ സാഹചര്യത്തിൽ നിരവധി ആളുകളെ കാണാതായി എന്ന് ഒരു ശുചീകരണ തൊഴിലാളി പറയുന്നു. ആ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെടുന്നു. അങ്ങനെ ഒരു അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തുന്നു. അക്കാര്യങ്ങൾക്കിടയിൽ ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണം അടക്കം ഞങ്ങൾ തിരയുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് ക്ഷേത്രത്തിനോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ ഉള്ളവർക്കും പ്രതികരിക്കാമായിരുന്നു. അത്തരത്തിൽ ഒരു പ്രതികരണത്തിനും അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ഞങ്ങൾ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്തത്. അല്ല, നിങ്ങള് ഇത്രയും കോലാഹലം ഉണ്ടാക്കുമ്പോ ഒരാൾ അതിനെതിരായിട്ട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റെടുക്കോ? തീർച്ചയായും. എന്തുകൊണ്ട് അങ്ങനെ പറയരുത് ശ്രീകാന്ത്. അങ്ങനെയെങ്കിൽ ഇതാ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് നടന്ന ചർച്ച രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടാണ്. എത്രയോ ആളുകൾ വെളിപ്പെടുത്തൽ നടത്തി. അതുകൊണ്ട് രാഹുലിന് പറയാൻ അവസരമുണ്ടായിരുന്നില്ലേ? രാഹുൽ ഞങ്ങളുടെ റിപ്പോർട്ട് ഡാൻ കുര്യനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടു. അത് ഞങ്ങൾ അതേപടി തന്നെയാണ് ടെലികാസ്റ്റ് ചെയ്തത്. നിങ്ങൾ വഴിതെറ്റിക്കരുത്. ഒരിക്കലുമില്ല. സാമാന്യമായിട്ട് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ ശ്രീ അഭിലാഷ് ഈ ആരോപണം? 100 ശവശരീരം ഞാൻ ഒറ്റയ്ക്ക് കുഴിച്ചു മൂടി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ആരാണ് അന്വേഷണം? ആരാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്? ശ്രീകാന്ത്, ആരാണ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്? അല്ലല്ല, താങ്കൾ പറയൂ. താങ്കൾ സൂചിപ്പിച്ചല്ലോ, ആരാണ് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്? അല്ല ശ്രീകാന്ത്, താങ്കൾ പറഞ്ഞോളൂ. ആരാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്ന് പറയൂ. താങ്കൾ പറയുന്ന സാമാന്യ യുക്തി ഇല്ലാത്തത് കൊണ്ട് അന്വേഷിക്കേണ്ട എന്നാണോ വെച്ചത്? കോടതിയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ഞാൻ പറയുന്നത് ഒരു ആരോപണം വന്നു, അവിടെ പോലീസിന്റെ പരാതി കൊടുത്തു, കോടതിക്ക് കൊടുത്തു. മനസ്സിലാക്കാൻ കോടതിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിൽ മാത്രം വാർത്ത ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ആ കോടതി നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് ശ്രീകാന്ത് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഞാൻ ചോദിക്കുന്നത് ആ ആരോപണം സത്യസന്ധമാണോ എന്ന് നോക്കിയിട്ടല്ലേ വാർത്തക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. വാർത്ത കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ വാർത്തക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അർഹിക്കാത്ത പ്രാധാന്യം കൊടുത്തും തെറ്റാണ് ന്യൂസ് 18 കേരളം മലയാളം ചാനൽ ചെയ്ത് തെറ്റാണെന്ന് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാ അത് പറയാം. അതിനാണല്ലോ ശ്രീകാന്ത് താങ്കളെ ഞാൻ തടയുന്നുണ്ടോ? അത് പറയുക, അതിനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ടായിരുന്നേ. ആ സ്വാതന്ത്ര്യം, അതായത് ഇത് തെറ്റാണ് എന്ന് പറയുന്ന താങ്കളുടെ അതേ സ്വാതന്ത്ര്യം ഇത് ശരിയാണ് എന്ന് പറയുന്ന ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ശ്രീ രാഹുൽ ഈശ്വർ, വളരെ പെട്ടെന്ന് എനിക്ക് രണ്ട് വരി പറഞ്ഞു തീർത്ത് ശ്രീ മനാഫടക്കം അദ്ദേഹത്തിന്റെ വാദങ്ങൾ വെക്കാനുണ്ട്. ഒന്ന്, ശ്രീകാന്ത്ജിയുടെയും എന്റെയും ഒക്കെ വാദങ്ങൾ ഒരു ഭക്തന്റെ മനസ്സിൽ നിന്ന് കണ്ടാൽ മതി. ബാക്കിയുള്ളവർ പറയുമെന്ന് അറിയില്ല. ശ്രീകാന്ത്ജി ഒരു ഭക്തനായിട്ട് എടുത്ത് പറയുകയാണ്, എന്റെ ഭാഗത്ത് നിന്നടക്കം ഇത് ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കതൊരു വിഷമമുണ്ട്. ഇനിയെങ്കിലും നമുക്ക് ഒരു സമഗ്രമായ അന്വേഷണം വേണം. ഇതിന്റെ സർവ്വതല സ്പർശിയായിട്ടൊരു അന്വേഷണം വേണം. ഇനി ഒരു പെൺകുട്ടിക്കെങ്കിലും അങ്ങനെ ജീവിതമോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം അതിന്റെ കൂടെ നിൽക്കും. സംശയമില്ല. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കം വേണ്ട. എന്തായാലും നമുക്ക് മനാഫും വിനോദും ഇപ്പൊ ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. അതിനു മുമ്പ് വളരെ പെട്ടെന്നൊരു ഇടവേള.